ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. നാരായണീയ മധുരം ഇന്ന് 4-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമൻ നാരായണീയം, അതിൽ ആദ്യത്തെ ദശകം 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ സ്മരിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ സുസിദ്ധം. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിച്ചിടാനായി മേൽപുത്തൂരേകി സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമൻ നാരായണീയം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി മേഘശ്യാമളവർണ്ണനായ ഭഗവാന് സമർപ്പിച്ച അക്ഷര നൈവേദ്യം. ആ നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളെയും അനുസ്മരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. അതിനുശേഷം നാരായണീയത്തെ ആസ്പദമാക്കി പൊന്നുഗുരുവായൂരപ്പനെ എഴുതിപ്പിച്ച ശ്രീഹരിയം എന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള ആ കൃതിയിൽ ഈ ശ്ലോകത്തിന് തുല്യമായ 4 വരികൾ ചൊല്ലി ഇതിനെ നമുക്ക് വിചാരം ചെയ്യാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹു തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വൽക്കലാസ്വേവ ഭൂമൻ. പരമാനന്ദമാകുന്ന പീയൂഷമേ പരിശുദ്ധ പരബ്രഹ്മ സാഗരമേ വന്ദിച്ചിടട്ടെ. നിഷ്കളങ്ക സദ്ഭാവമേ സത്വഗുണ സർവസ്വമേ ഗുരുവായൂരപ്പ നിന്നെ നമിച്ചിടട്ടെ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ ശ്രീകൃഷ്ണ വായുപുരേശ. ശ്രീമൻ നാരായണീയത്തിലെ പ്രഥമ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ഭാഗവത ഭാഗം ഇവിടെ അനുഗതമായി ചേർത്ത് വച്ചിരിക്കുകയാണ്. ത്രിമൂർത്തികളും മറ്റ് അവതാരങ്ങളുമൊക്കെ തന്നെ തൽപരാഭ്യാമപരികലനത തുടങ്ങിയ ആ വാക്കുകളുടെ വിവരണം അതാണ് ഈ 4-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ ഭഗവാൻ എന്ന് പറയുകയാണ്. നിഷ്കമ്പേ, കമ്പനമില്ലാതെ അനക്കമില്ലാത്ത, അങ്ങനെയുള്ള നിത്യപൂർണേ, എല്ലായിടത്തും നിറഞ്ഞതാണ്. പിന്നെയോ നിരവധി പരമാനന്ദ പീയൂഷ രൂപേ, അവസാനമില്ലാത്ത
പരമാനന്ദമാകുന്ന ആ പീയൂഷം അമൃത് അത് തന്നെ സ്വരൂപമായിരിക്കുന്നു. നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ. കണക്കറ്റ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ളത് കൊണ്ട് അത്യന്തം സ്പൃഹണീയമായിരിക്കുന്ന സുഭഗതമായിരിക്കുന്ന നിർമ്മല ബ്രഹ്മസിന്ധൗ, നിർമ്മലമായ ശുദ്ധ സത്വാത്മകമായിരിക്കുന്ന ബ്രഹ്മമാകുന്ന സിന്ധു, ബ്രഹ്മമാകുന്ന സമുദ്രം, ആ സമുദ്രത്തിലെ കല്ലോലോല്ലാസ തുല്യം. എന്താണ് കല്ലോലങ്ങൾ എന്ന് പറഞ്ഞ തിരകളാണ്. ആ തിരകളുടെ തിരയടിക്ക് തുല്യമാണ് വിമലതരം സത്വം, അത്യന്ത ശുദ്ധമായ സത്വഗുണം എന്ന് ആഹു ഖലു അറിവുള്ള ആളുകൾ, സജ്ജനങ്ങൾ, ബുധന്മാർ, മനീഷികൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ തദാത്മാത്വം കസ്മാന്നോ നിഷ്കളഹ, അങ്ങനെ താദൃശ സത്വസ്വരൂപനായ അവിടുന്ന് ഏതു കാരണം കൊണ്ട് നിഷ്കളനാകുന്നില്ല എന്ന ചോദ്യം വരുമ്പോൾ അവിടെ നിഷ്കളനാണ് എന്ന് പറയുകയാണ്. ഹേ ഭൂമൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപി, ഇതാണ് ഭൂമൻ. സകള ഇതി വച ത്വത്കലാസ്യ ഏവ. സകളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിൽ, കലകളെ വിഷയമാക്കിയിട്ട് ആണ് എന്ന് പറയുന്നു. മുക്താവലി എന്ന് പറഞ്ഞാൽ മുത്തുമണികളുടെ കൂട്ടം എന്ന് ഒരർത്ഥമുണ്ട്. അതേപോലെ തന്നെ മുക്തന്മാരുടെ സമൂഹം എന്നും രണ്ട് നിലയ്ക്കും ഇവിടെ പട്ടേരിപ്പാട് അതിനെ ചേർത്ത് വച്ചേക്കാണ്. ഒരിക്കൽ കൂടി ഈ ശ്ലോകം ഒന്ന് ചൊല്ലി, മനനം എന്നുള്ള രീതിയിൽ ഒന്ന് ചൊല്ലി നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നാം കേട്ടാൽ മാത്രം പോരാ, പിന്നീട് അതിനെ മനനം ചെയ്യുക കൂടി വേണം. അതാണ് പഠനത്തിൻ്റെ ഒരു രീതി, അല്ലേ? നമ്മളൊക്കെ വിദ്യാലയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് പഠിച്ചു വന്നാൽ വീണ്ടും അതിനെ പഠിക്കുക, ഇതിനാണ് മനനം എന്ന് പറയുക. ഭാഗവതം ഒക്കെ പ്രത്യേകമായിട്ട് പറയുന്നു മനനത്തിൻ്റെ പ്രത്യേകതയെ. ഭാഗവതം അതിൻ്റെ മാഹാത്മ്യത്തിൽ ഗോകർണൻ്റെയും ധുന്ധുകാരിയുടെയും കഥ പറയുമ്പോൾ ഗോകർണൻ്റെ സപ്താഹം കേട്ട നിരവധി ആളുകളിൽ ധുന്ധുകാരിക്ക് മാത്രമാണ് ഭഗവത് പദപ്രാപ്തി ആദ്യം ഉണ്ടാവുന്നത്. അതിന് എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ശ്രവണം, എല്ലാവരും ശ്രവണം ചെയ്തു, ന തഥാ മനനം, അതേപോലെ മനനം ചെയ്തില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. നമുക്കൊന്നുകൂടി ആ ശ്ലോകം ചൊല്ലി സമർപ്പിക്കാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചസ്ത്വൽകലാസ്വേവ ഭൂമൻ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.